ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ് കേട്ടോ. ഇന്നലെ നബിദിനമൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് അക്കച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി. സമയം ഒരു 9 മണിയൊക്കെ ആയപ്പോഴായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര ഏരിയ ഇപ്പം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അവരെല്ലാവരും കയറി പോയതിനുള്ളിൽ ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ ഇതേ അച്ഛനെയും കൂട്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം അവർ കയറിപ്പോയി. നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. അപ്പം ഇനി മൈസൂർക്ക് 108 കിലോമീറ്റർ എങ്ങാണ്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ കയറിയിട്ടുണ്ട്, നമുക്ക് വേഗം പോവാം. അപ്പം നേരെ ഇത് അവിടെയാണ് കേട്ടോ പോയേക്കണേ. ഇപ്പം അണിച്ച് വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ട് പോയേക്കുമെന്ന്. പൊറോട്ട പറഞ്ഞാൽ ഇപ്പോൾ കിട്ടും. എത്ര വേണം? എനിക്കൊരു 2 മതി. 20 പൊറോട്ട രണ്ട് റേഡിയോ വേണോ ചോക്ലേറ്റ്സ്? എല്ലാവരും പറഞ്ഞു അപ്പൊ കടിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെയും ബൂസ്റ്റിലെത്തിയോ? എടക്കള്ള ഞങ്ങള് ബീഫ് വരട്ടി വെയിറ്റിംഗ് ഷെഡിൽ വെച്ചു ഗൈസ്. എന്നെയും കൂട്ടിടി എന്റെ കൊച്ചു. എന്നിട്ട് ഞങ്ങക്ക് വണ്ടിയിൽ നിന്ന് തന്നെ സംഭവം കിട്ടി. ചായം കുടിച്ചിട്ട് പോയതാ. ദേ അങ്ങോട്ട് നോക്കിക്കേ. അച്ഛസേ അച്ഛസേ എവിടെ ഇരിക്കണേ? നല്ല തണുപ്പുണ്ട്. അച്ഛൻ്റെ തൊപ്പി എടുക്കായിരുന്നു. തൊപ്പി നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. മറ്റേതുണ്ട് മങ്കി ക്യാപ്പ്. ഒന്നുമില്ല. അവിടെ മറ്റേ പാളയുടെ ഇരിക്കണ്ടായിരുന്നു. ആ സാധനം ആ പാളയുടെ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നത്. എന്റെ അളിയാ, ഇത് അപ്പടി അളിയനെ ഞാനാ.
അങ്ങനെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഇടിയപ്പവും പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ടയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം പ്ലേറ്റും വാങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ സെപ്പറേറ്റ് കറിയൊന്നും വാങ്ങാനായിട്ട് എന്നില്ല, കാരണം അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസം രാവിലത്തേക്കായിട്ട് അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കറിൽ റോസ്റ്റ് ചെയ്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കറിയൊന്നും അങ്ങനെ വാങ്ങാതിരുന്നത്. ചുമ്മാ പറയണേ ഞാൻ വിചാരിച്ചു ശരിക്കില്ല. ആരോടാ നിങ്ങൾ ആരും പറഞ്ഞില്ല, ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് വെൽക്കംസ് യു. അങ്ങെടുത്ത് നിൽക്കണ്ടാ ആനേനെ കണ്ടു, മയിലിനെ കണ്ടു, ഇതേ കൊരകൻ ഇത് ചിമ്പാഞ്ചി. അങ്ങനെ നമ്മൾ ആദ്യം ചെന്നപ്പോൾ തന്നെ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ മാന ഉണ്ടായിരുന്നു. എന്തോരാണെന്ന് എനിക്ക് തന്നെ അറിയാം, അത്രയ്ക്ക് മാനായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും മാനകൾ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കുന്നതേ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ 3-4 ആനേനെ അങ്ങനെ കണ്ടു കേട്ടോ. അപ്പം എല്ലാം റോഡ് സൈഡിലായിരുന്നു നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ അങ്ങനെ നിർത്താനായിട്ടൊന്നും പറ്റില്ല കേട്ടോ. പഠിക്കാൻ പോണ്ട അണ്ണച്ചി അക്കച്ചി പറഞ്ഞ കേട്ടോ. ഇങ്ങനെയൊക്കെ ജനിച്ചാ മതിയായിരുന്നു, പഠിക്കാൻ പോണ്ട, ചുമ്മാ തിന്നുകൊണ്ട് കിടക്കാന്ന്. ചുമ്മാ ഇത് രാവിലെ എടുത്തോണ്ട് പോണം. അവിടെ ചെന്നിട്ടാടി അവിടെ ചെന്ന് മടി വീട്ടിൽ വരും മടി. ഇത് വൈൽഡ് സഫാരി അല്ലേ? അങ്ങനെ നമ്മൾ വൈൽഡ് സഫാരിക്ക് കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിയത് കേട്ടോ. പക്ഷെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആകെ കത്ത് റേറ്റ് ആയിരുന്നു. നമ്മൾ ഒരാൾക്ക് 350 രൂപയായിരുന്നു കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് പോയാലും നമുക്ക് ഈ ഒരു മൃഗങ്ങളെ തന്നെ കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും പൈസ ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി. പിന്നെ 1-2 മിഠായിയൊക്കെ കാണിച്ച് ആളെ ഒന്ന് സമാധാനിപ്പിച്ച് കയറ്റുന്നതാണ്. അപ്പോൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മളെല്ലാവരും വണ്ടിയിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എട്ടിന്റെ ഉള്ളിൽ പോയി എല്ലാം കൂടെ കൂടുതൽ പോയി പൈപ്പ് ഉറങ്ങിപ്പോയതാ. ഇവിടെ എട്ടിന്റെ ഉള്ളിൽ നിന്ന് പോയി വണ്ടി അടുത്ത് കുറച്ചു ഒന്നും പറ്റില്ല. അവിടെ ചാക്കി കഴിക്കുന്ന ചേരായിരുന്നാ മതി, വേറെ ഒന്നും പറ്റില്ല. സൈഡ് പിടിക്കത്തില്ല. ആണോ എന്നാ ശേലുള്ള ഉറങ്ങന്മാരാണോ? അങ്ങനെ സുന്ദരന്മാര് ഉറങ്ങന്മാരാ. കഴിഞ്ഞാണോ? ഇത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ഇത് ചെക്കിംഗ് അല്ലാന്ന് ഇതാ പാലത്തിലെ കൂടെ. താങ്ക് യു. വിസിറ്റ് അഗൈൻ. മധുമലൈ ടൈഗർ റിസർവ്. ഒരു ടൈഗറിനെ പോലും കണ്ടില്ല. എന്നിട്ട് അച്ചൂടെ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അച്ചൂസ് 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 ചുമരി അച്ചൂസ്.
അങ്ങനെ നമ്മൾ കർണാടകയിലെത്തി അല്ലേ? അടിച്ച് നമ്മൾ അന്ന് പണ്ട് വന്നപ്പോഴേ ഒരു രാത്രിയിൽ ഒരു സ്ഥലം കാണാനായിട്ട് പോയിലെടുത്തിട്ട് അടിച്ച് ബോട്ടിന് ടിക്കറ്റ് നമ്മൾ 2 പ്രാവശ്യം എടുത്തത്. അവിടെ പോകണ്ടോ? ലൈറ്റ് ഷോ കാണാന്. അല്ല, ഒരു പ്രാവശ്യം നമ്മള് ടിക്കറ്റ് എടുത്തു വന്നിട്ട് അവരെടുത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എഴുതും അല്ലേ? തൊട്ടപ്പുറം മാറി നിർത്തി ഫുഡ് കഴിക്കാൻ പാടില്ലേ? അപ്പുറം മാറ്റി നിർത്തി ഫുഡ് കഴിക്കാവോ? അല്ലടാ, നമ്മുടെ വണ്ടിയിൽ ഗാഡിയിൽ ഫുഡ് ഇരിക്കുക. അപ്പുറം മാറ്റി നിർത്തി സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാവോ? സ്റ്റോപ്പ് ഉണ്ടല്ലോ. ഫോറസ്റ്റ് എന്തോരം ഉണ്ട്? 14 കിലോമീറ്റർ ഇനി ഉണ്ടോ? അത്ര നേരം പട്ടിണി ഇരിക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ചോദിച്ചപ്പോഴേക്കും അവരങ്ങനെ പോകുന്ന വഴിയിലൊന്നും നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വിശന്നു വലഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് സമയം ഒരു 10 മണി 10:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിങ്ങനെ ഇറങ്ങിയതല്ല. പിന്നെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊറോട്ട എന്തെങ്കിലും വാങ്ങിക്കണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കഴിയാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ പാള പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി എടുത്ത് സെറ്റാക്കി. പിന്നെ നമ്മൾ ഈ ഒരു കരള റോസ്റ്റും അതുപോലെ ഈ ഒരു എല്ല് റോസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാളയിലേക്ക് പൊറോട്ടയൊക്കെ വെച്ചു. പിന്നെ അതുപോലെ നമ്മുടെ റോസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണിച്ചിക്കുള്ളത് ഞാനങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അച്ചൂസ് ആണെങ്കിൽ താഴെ വന്നിരുന്ന് നല്ല ബഹളമാണ് കേട്ടോ. ആള് പ്ലേറ്റിൽ പിടിച്ച് വലിക്കാനുള്ള ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ആ ഒരു റോസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ തിന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ റോസ്റ്റിൻ്റെ കൂടെയായിട്ട് പിന്നെ അവിടുന്ന് ആ ഒരു പൊറോട്ട വാങ്ങിയ ഒരു ഷോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചാറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ചാറൊക്കെ. അങ്ങനെ അതൊക്കെ നമ്മുടെ ആ ഒരു പൊറോട്ടയിലേക്ക് ഒഴിച്ച് ഇങ്ങനെ കുതിർത്തിയിട്ട് അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഒന്ന് വിശപ്പ് മാറിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നച്ചയ്ക്കുള്ളതൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വഴിയിൽ നിർത്തി കയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ചൂസിനെയും ഒന്ന് റെഡിയാക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അണിച്ച് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. റൂം കിട്ടുക അണിച്ച് വെള്ളത്തിന്റെ കുപ്പി കിട്ടിയ സന്തോഷം. ഈ കഴിഞ്ഞ വർഷം അണിച്ചൊക്കെ അങ്ങനെ കൂട്ടുകാരായിട്ട് മൈസൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂര്യകാന്തിത്തോട്ടത്തിലൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചെന്നപ്പോഴേക്കും നമ്മുടെ ഭാഗ്യം കൊണ്ട് അവരവിടെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തുതന്നെ നല്ല വെയിലുമായിരുന്നു. പിന്നെ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് കേട്ടോ. അപ്പം അണിച്ച് ഇന്നലെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാ എൻ്റെ പൊന്നു അച്ഛൻ വിളിക്കണു. വാ വാ ഇതില് ഓടി വാ. പിന്നെ വന്നത് ഡെഡായി. പറ്റില്ലാണ്ടായോ ഞാൻ? അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് നമ്മൾ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പാലസിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അണിച്ചതായാലും കുറച്ച് നേരം അങ്ങനെ കിടക്കാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും റെഡി ആവണം. പിന്നെ നമ്മുടെ അച്ചൂസിനെയും പൈസേനെയും അതുപോലെ കുഞ്ഞിനെയും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ.
അങ്ങനെ നമ്മൾ റൂമിലെത്തി എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാൽക്കണി ആയതുകൊണ്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാത്രി ആകുമ്പോഴേക്കും ഇതിലും അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏതായാലും നമ്മളതൊക്കെ നീക്കി ഒന്ന് സെറ്റാക്കിയിട്ടു. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് മാറാനായിട്ട് പോകട്ടെ. ഇനി ഒരുപാട് സമയമൊന്നുമില്ല, കാരണം നമ്മൾ ഇവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പാലസോ കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പാലസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. മതി ടെമ്പിൾ അതോടെ അടിച്ചു പോണേ അതുണ്ട് നമുക്ക്. ഇന്ന് സൂ അവധിയാണ്. അപ്പൊ നാളെ രാവിലെ പോവാല്ലേ? നാളെ രാവിലെ അപ്പോൾ സൂവിൽ പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് പാലസിൽ പോവാം. അപ്പോൾ എല്ലാവരും റെഡിയാകാനായിട്ട് പോവാണ്. അപ്പോൾ 2 റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചിയും അക്കച്ചിയും അവരെല്ലാവരും അപ്പുറത്തെ റൂമിൽ, നമ്മളിവിടെ. അങ്ങനെയാണ്. അപ്പം അണിച്ച് കിടന്നുറങ്ങാനായിട്ട് പോകണം കേട്ടോ. ഇന്നലെ രാത്രി അണിച്ച് വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങിയതാണ്. ഇത്രയും നേരം അണിച്ച് തന്നെയായിരുന്നു ഓടിച്ച്. ഉറങ്ങിയിട്ടില്ല. ഞങ്ങളൊക്കെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടോ കാറിലിരുന്ന്. അണിച്ചുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അണിച്ചുറങ്ങാനായിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഫ്രഷ് ആകുമ്പോഴേക്കും അണിച്ച് കുറച്ച് നേരം അങ്ങോട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.